ശ്രീ റിയാസ്, ഏത് തരത്തിലാണ് ഈ സൈന്യത്തിന്റെ സേവനത്തെ താങ്കൾ ഒരു തവണ എടുത്തു പറഞ്ഞു കഴിഞ്ഞു, അവരുടെ ഏത് തരത്തിലാണ് ഇപ്പോൾ നന്ദി പറയുന്നത് നമ്മുടെ സംസ്ഥാനം? ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർ നമുക്കൊപ്പം നിന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെത്തിയത് മുതൽ ഇതുവരെ ഞങ്ങളൊരു മനസ്സും ഒരു ശരീരവുമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങളും ഇവിടുത്തെ ജനങ്ങളും ഞങ്ങളെല്ലാവരും ഒരു മനസ്സും ഒരു ശരീരമായിരുന്നു. അവർക്ക് ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്വാഭാവികമായും വിടവാങ്ങൽ അനിവാര്യമാണെന്ന് അറിയാം. എന്നാലും ഒരു ടീമിൽ നിന്നൊരു അംഗം പോകുമ്പോഴുള്ള വല്ലാത്തൊരു മാനസിക പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അല്ലെ, അപ്പോൾ ഒരു സംശയം ബാക്കിയാകുന്നത്, ഈ തെരച്ചിൽ ദൌത്യത്തിൽ സൈന്യത്തിന്റെ പങ്കാളിത്തം ഇനി ഉണ്ടാകുമോ? തെരച്ചിൽ ദൌത്യത്തിൽ സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ് പോകുന്നത്. അവരെ കൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ മുതൽക്ക് അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അവരെ എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാനാകും അതൊക്കെ അവർ ഇടപെട്ടിട്ടുണ്ട്. അത് ആ നിലയിൽ തന്നെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു വിഭാഗം മാത്രം ഉദ്യോഗസ്ഥരാണ് മടങ്ങുന്നത്, സൈനിക ഉദ്യോഗസ്ഥരാണ് മടങ്ങുന്നത്. ശേഷിക്കുന്ന വിഭാഗം ഇവിടെ തുടരുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന IGK സേതുരാമൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഈ സൈന്യത്തിന്റെ സേവനം ഏത് തരത്തിലായിരുന്നു നമുക്കിവിടെ പ്രയോജനം ചെയ്തത്? അതായത് നമ്മുടെ സൈന്യം വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് നല്ലൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു യോജിപ്പാണ് ഇവിടെ കണ്ടത്. വലിയൊരു ടീം വർക്കാണ്. റെസ്ക്യൂ മിഷനിലൊക്കെ ആർമിയും NDRFും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസ് SOGയും പോലീസ് ഡിപ്പാർട്ട്മെന്റും സിവിൽ അഡ്മിനിസ്ട്രേഷനും അതിനൊക്കെ ഒരു പൊതുജനങ്ങളൊക്കെ പങ്കെടുത്തിട്ടാണ് നമ്മൾ ഇത്രയ്ക്ക് നമ്മൾ ചെയ്യാൻ സാധിച്ചത്. ഇതിന്റെ പ്രധാന ഒരു റോളെന്ന് പറഞ്ഞാൽ ആർമിയുടെ ഒരു റോളാണ്. അവരെ നന്നായിട്ട് നിർവഹിച്ചു. ഒരുപക്ഷെ ഈ ബെയിലിപ്പാലം നിർമ്മിക്കാൻ വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം സ്തംഭിക്കുവാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, അല്ലേ? ഇല്ലല്ല, ആ ദിവസം നമ്മുടെ സംഭവം ഉണ്ടായത് ദിവസം തന്നെ നമ്മുടെ ടെമ്പററി ബ്രിഡ്ജ് പണിതു. ആ പണിതുകൊണ്ട് അവിടെ നിന്ന് അന്ന് തന്നെ നമുക്ക് 600ഓളം പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അപ്പോ ബെയിലി ബ്രിഡ്ജ് പിന്നീട് വാഹന സൗകര്യങ്ങൾ ഒരുക്കി തന്നതും മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മൾ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു സാഹസികമായി. ആ സാഹസികമായി തന്നെ ആ ടെമ്പററി ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്നു. അല്ല, സ്വാഭാവികമായി ഈ സൈന്യത്തിന്റെ സേവനം ഇനി അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക ഈ തെരച്ചിൽ നടക്കുന്നത്? സേവനം പ്രധാനമായും ഈ റെസ്ക്യൂ ആൻഡ് റിക്കവറി ഓപ്പറേഷൻസ് രക്ഷപ്പെടുത്താൻ വേണ്ടി ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ദൌത്യമാണ് അവർ ചെയ്തത്. ജീവനോടുള്ള ജനങ്ങളെ അതവർ നന്നായിട്ട് ചെയ്തു. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ റിക്കവറിയാണ്. റിക്കവറി ഞാൻ ബോഡികൾ മൃതശരീരങ്ങൾ റിക്കവറി അത് ആൽമോസ്റ്റ് പൂർണ്ണമായിക്കൊണ്ടിരിക്കുക. നമുക്കത് ആൽമോസ്റ്റ് ആയി എന്ന് പറയാം. ബാക്കി സ്ഥലങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതെ, ബാക്കി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ സ്ട്രീമിലുണ്ടല്ലോ, ചാലിയാർ പുഴ തീരത്ത് നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് 24 സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഡോഗുമാരുണ്ട്, കടാവ് ഡോഗ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ദൌത്യം ഒന്ന് പൂർത്തിയാക്കും. അല്ലാതെ വേറെ ഒന്ന് രണ്ട് ഈ മഴവെള്ളം ഒഴുകിയതുകൊണ്ട് 1-2 ഭാഗങ്ങളിൽ പുതിയൊരു ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് അവിടേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം വലിയ ഒരു ചെളി കുമ്പാരമാണ് കാണുന്നത്, മലകളാണ്. എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട്. സൈന്യത്തിന് നമ്മൾ നന്ദി പറയുമ്പോഴും ആദ്യഘട്ടത്തിൽ ഈ അതിസാഹസികമായി ഈ മുണ്ടക്കൈയിലേക്കും വെള്ളാർമലയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കും ഓടിയെത്തിയ, ജീവൻ പണയപ്പെടുത്തി ഓടിയെത്തിയ നമ്മുടെ അഗ്നിശമന സേനാനികൾ, അവർക്കൊപ്പം കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർ, അവരുടെയൊക്കെ സാഹസികമായ ജീവൻ പണയപ്പെടുത്തിയുള്ള ഉദ്യമത്തിലാണ് 1500-ലധികം ആളുകളെ, അവിടെ നിന്ന് പരിക്കേറ്റ് കിടന്ന ആളുകളെ സാഹസികമായി അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവരുടെ ആ രക്ഷാദൌത്യത്തിന് ഊർജ്ജം കരുത്തും പകരുന്ന തരത്തിലേക്ക് സൈന്യത്തിന്റെ ഇടപെടൽ കൂടി മാറുകയായിരുന്നു. ആ ദൌത്യത്തിനാണ് നന്ദി പറഞ്ഞുകൊണ്ട് സൈനിക വിഭാഗത്തിലെ ഏതാനും അംഗങ്ങൾ, ഒരു വിഭാഗം അംഗങ്ങൾ ഇപ്പോൾ അതത് റെജിമെന്റുകളിലേക്ക് മടങ്ങാനൊരുങ്ങുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്.